ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുന്നതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്. അതുപോലെ ആത്മാവായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ തെറ്റിദ്ധാരണയ്ക്ക് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കി തരികയാണ്. ഓരോ വസ്തുവിനെ തന്നെ മറ്റൊന്നായി കാണുമ്പോൾ ആ മുമ്പത്തെ വസ്തു നാം അറിയുന്നേ ഇല്ല. എന്നാൽ അത് അരണ്ട വെളിച്ചത്തിൽ, ശരിയായ വെളിച്ചമില്ലാതെയും കൂരാക്കൂരിട്ടല്ലാതെയും ഒരു നേരിയ വെളിച്ചം, എന്നാൽ ഇരുട്ടും വെളിച്ചവുമുള്ള അത്തരം സന്ദർഭങ്ങളിൽ നാം ഒരു കയറിൻ കൊണ്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നാം മുൻധാരണകളെ വെച്ചുകൊണ്ട് അതൊരു പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതോടെ നമുക്ക് ഭയമാകുന്നു. എന്നാൽ ഒരു ടോർച്ചടിച്ച് നോക്കിയാലോ നമ്മുടെ ഭയമെല്ലാം തീരുന്നു. ഒരു കയറൻ കഷണത്തെ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ പാമ്പെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെടുന്നത് പോലെയാണ് ആത്മാവായിരിക്കുന്ന നാം ഓരോരുത്തരും ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ജനന മരണാദികൾ ഉണ്ടാകുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാകും. അതാണ് ഒരു ഉദാഹരണത്തിൽ കൂടി ഇവിടെ ഒരു കവി വ്യക്തമാക്കുന്നു. അന്തിക്കു കാണും കയർത്തുണ്ടിൽ പാമ്പൊന്നു പയ്യവേ പത്തി വിടർത്തിയാടും, പേടിക്കു ഹേതുതാൻ ഓർമ്മയിൽ തങ്ങുന്ന പാമ്പിൻ്റെ ആകൃതി ഒന്നു മാത്രം. എത്ര വ്യക്തമായി ലളിതമായിട്ടാണ് ഇത് നമുക്ക് വിവരിച്ചു തരുന്നത്. അന്തിക്കു കാണും കയർത്തുണ്ടിൽ, രാത്രിക്ക് നല്ല ഇരുട്ടാണെങ്കിൽ നമ്മൾ ഒന്നും കാണില്ല. എന്നാൽ നല്ല ഇരുട്ടായിട്ടുമില്ല, നല്ല വെളിച്ചവും അല്ല. അങ്ങനെയുള്ള സമയത്തിനാണ് അന്തിക്ക് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക്. അന്തിക്കു കാണും കയർത്തുണ്ടിൽ പാമ്പൊന്ന്. സന്ധ്യാസമയത്ത് ഒരു കയർത്തുണ്ട് കിടക്കുന്നത് കാണുമ്പോൾ പത്തി വിടർത്തിയാടും. ആ കയർ കഷ്ണത്തെ ഒരു പാമ്പായി തെറ്റിദ്ധരിച്ചപ്പോൾ അത് പത്തി വിടർത്തി ആടുന്നതായി തോന്നി. പേടിക്കു ഹേതു തന്നോർമ്മയിൽ തങ്ങുന്ന പാമ്പിൻ്റെ ആകൃതി ഒന്നു മാത്രം. ഭയത്തിന് കാരണം തൻ്റെ മുമ്പേ പാമ്പിനെ ഭയമാണ്, വിഷമുള്ളതാണ്. ഇത്തരം ധാരണകളെല്ലാം, ആ ഓർമ്മകൾ പൊന്തി വന്നപ്പോൾ അവിടെ ഭയം മാത്രമാണ് ഉണ്ടായത്. അപ്രകാരമാണ് വാസ്തവത്തിൽ നാം ഓരോരുത്തരും ജനന മരണാദികൾക്ക് അതീതമായിരിക്കുന്ന സത്തും ചിത്തുമായിരിക്കുന്ന ആ പരമാത്മാവാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് ബോധിക്കാതെ ഈ ദേഹമാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയ്ക്ക് വിധേയനായതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഏകഹേതു ദേഹമാണ് എന്ന് വരുമ്പോൾ ദേഹത്തിൻ്റെ പോരായ്മകൾ, ദേഹത്തിൻ്റെ കഴിവുകൾ, ദേഹത്തിൻ്റെ കഴിവില്ലായ്മകൾ, ദേഹത്തിൻ്റെ വൈരൂപ്യം, ദേഹത്തിൻ്റെ സൗന്ദര്യം, അതുപോലെ ദേഹത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, ദേഹത്തിൻ്റെ ജനന മരണാദികൾ എല്ലാം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇവയിൽ നിന്നെല്ലാം നമുക്ക് മുക്തി വേണമെങ്കിൽ ആ വസ്തു എന്താണ് എന്ന സത്യാവസ്ഥ ബോധിക്കണം. അതിന് നാം ഒരു ടോർച്ചടിച്ച് നോക്കുക മാത്രമേ വേണ്ടൂ, വെളിച്ചം കൊണ്ടുവരിക മാത്രമേ വേണ്ടൂ. അതുപോലെ
ആത്മജ്ഞാനമാകുന്ന വെളിച്ചം നമ്മളിൽ ഉദയം ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണ ബോധ്യമാകും നാം ദേഹമല്ല, നമുക്ക് ജനന മരണാദികളില്ല, ദേഹത്തിൻ്റെതായ പോരായ്മകളൊന്നും തന്നെ നമ്മുടേതുമല്ല എന്ന പരമസത്യവും നമുക്ക് ബോധ്യമാകും. അതിനാൽ ഈ സത്യം നമുക്ക് ബോധ്യമാകാൻ നിരന്തരമായ ആത്മവിചാരം, ആ ആത്മവിചാരം കൊണ്ട് മാത്രമായില്ല, നമ്മുടെ മനസ്സ് പരമപവിത്രമായിരിക്കണം. മനസ്സിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന രാഗദ്വേഷാദികൾ, കാമക്രോധാദികൾ, മതമത്സരാദികൾ, അസൂയ, പക, വിദ്വേഷം മുതലായവയെല്ലാം നീക്കം ചെയ്യണമെങ്കിൽ ഇവയാണ് അഴുക്കുകൾ. ഇവയെല്ലാം നീക്കം ചെയ്ത് നാം പരമപവിത്രമായ സർവേശ്വര ധ്യാനത്തിൽ തന്നെ വർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പരമമായ ആ ശക്തിയുടെ ഉറവ അനുഭവമാകും. നമുക്ക് ഇതനുഭവമാകണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധി അത്യാവശ്യമാണ്. അഴുക്കുകളാണ് നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് ഓടിക്കുന്നത്. ആ ഓടുന്നതാണ് ഇളക്കം എന്ന് പറയുന്നത്. ആ ശുദ്ധിയാണ് കലക്കം എന്ന് പറയുന്നത്. ഒരു തടാകത്തിൽ ഇളക്കവും കലക്കവും ഉണ്ടെങ്കിൽ അതിലൊന്നും തന്നെ പ്രതിഫലിക്കുകയില്ല. എന്നാൽ ഈ കലക്കവും കലക്കവും ഇല്ലാതെയായി നിർമ്മലമായ ജലം നിശ്ചലമാകുമ്പോൾ അതെന്തിനേയും പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് നേടുന്നു. ആ ജലാശയം പോലെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ആ പരമസത്യം എന്താണ് എന്ന് വെളിവായി കിട്ടും. മാലിന്യം നീങ്ങിയാൽ ഇളക്കവും നിൽക്കുന്നതാണ്. ഈ ഇളക്കമാണ് കലക്കമാണ് ഇളക്കത്തിന് കാരണം. കാമം, ക്രോധം, മതം, മത്സര്യാദികളാണ് കലക്കം. ആ കലക്കമുള്ളത് കൊണ്ടാണ്, കാമനയുള്ളത് കൊണ്ടാണ് മനസ്സ് ശരീരത്തെയും വഹിച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും പിന്നാലെ ഓടുന്നത്. കാമക്രോധാദികളില്ലെങ്കിൽ മനസ്സാകുന്ന തടാകം നിശ്ചലമായി, കലക്കില്ലെങ്കിൽ അത് നിശ്ചലവുമാകുന്നു. കാമക്രോധാദികളാണ് അതിലെ കലക്ക്. ആ കലക്ക് പോയാൽ അത് പരിശുദ്ധമായാൽ അതിന് ഇളക്കവും ഉണ്ടാവുകയില്ല. ഇപ്രകാരം നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ ആ പരമമായ സത്യം നമുക്ക് ബോധ്യമാകും. അത് ബോധ്യമാകാത്തതാണ് ഈ പറയപ്പെട്ട എല്ലാം. അതെങ്ങനെ ബോധ്യമാകുന്നില്ല എന്ന് ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് അന്തിക്കു കാണും കയർത്തുണ്ടിൽ പാമ്പൊന്ന് പയ്യവേ പത്തി വിടർത്തിയാടും പേടിക്ക് ഹേതുതൻ ഓർമ്മയിൽ തങ്ങുന്ന പാമ്പിൻ്റെ മാത്രം. അവിടെ പാമ്പെന്ന വസ്തുവേ ഇല്ല. പാമ്പിൻ്റെ ഒരു ആകൃതി കണ്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെ സത്യമായിട്ടുള്ളത് കയറ് മാത്രമാണ്. അതുപോലെ ഈ ജഗത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ഈശ്വരൻ മാത്രമാണ് സത്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അതിനെ തിരിച്ചറിയാത്തത് കൊണ്ട് തോന്നപ്പെടുന്നവ മാത്രമാണ്. അതിന് ആത്മജ്ഞാനമാകുന്ന ആ വെളിച്ചം നാം കയ്യിലെത്തിയാൽ നമുക്കൊന്നിൻ്റെയും ഭയത്തിന് അവകാശമില്ല. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നാം നിരന്തരം മനനം ചെയ്ത് നമ്മുടെ സർവഭയങ്ങളെയും ദൂരീകരിക്കാൻ ഇത് സഹായകമാകുന്നതാണ്.